വിളപ്പിൽശാലയിലെ ചികിത്സാ നിഷേധ പരാതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരികയാണ് റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്ട്. വിളപ്പിൽശാലയിലെ ചികിത്സാ നിഷേധ പരാതിയിൽ ഇടപെട്ട് DGP. DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ പരാതി അന്വേഷിക്കണമെന്ന് നിർദ്ദേശത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് കുടുംബം നൽകിയ പരാതി DGPക്ക് കൈമാറിയിരുന്നു. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതിലിപ്പോൾ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം നടക്കുന്നു, പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് ഇനി ഗൗരവത്തിൽ നടക്കാൻ പോകുന്നു. DGP നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആദിൽ പാലോട്. ഉറപ്പായും നേരത്തെ തന്നെ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം ഉണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം DMO തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഒരു പ്രശ്നവുമില്ല, വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. ആ റിപ്പോർട്ട് പിന്നീട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് DMO കൈമാറുകയും ചെയ്തിരുന്നു. ഒരു വശത്ത് അന്വേഷണത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ക്ലീൻ ചിറ്റ് നൽകുമ്പോഴാണ് മറ്റൊരു ഭാഗത്ത് പോലീസിന്റെ അന്വേഷണം വിശദമായി തന്നെ നടത്തണമെന്ന് DGPയുടെ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. കുടുംബം പോലീസിൽ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. അങ്ങനെ വിളപ്പിൽശാല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും CCTVകളും എല്ലാം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നതായിരുന്നു അറിയിച്ചിരുന്നത്. അതിനിടെ മുഖ്യമന്ത്രിക്ക് കൂടി കുടുംബം പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് DGPക്ക് കൈമാറി. ആ പരാതിയിന്മേലാണ് DGP ഇടപെട്ടിരിക്കുന്നത്. DGPയുടെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. തിരുവനന്തപുരം റേഞ്ച് DIGക്കാണ് DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ പരാതി അന്വേഷിക്കണം എന്നുള്ളതാണ് DGPയുടെ നിർദ്ദേശത്തിൽ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി DGPക്ക് ലഭിച്ചപ്പോഴാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. പരാതി ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണം, യുക്തിസഹമായി പരാതി അന്വേഷിക്കണം എന്നുകൂടി നിർദ്ദേശത്തിൽ പറയുകയാണ്. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദമായ അന്വേഷണത്തിന് ഇനി സാധ്യത ഒരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം, സർക്കാർ സംവിധാനത്തിലെ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ക്ലീൻ ചീട്ട് നൽകിയതും ഇപ്പോൾ നമ്മുടെ ഒരു വശത്തുണ്ട്. മറുവശത്ത് പോലീസിന്റെ അന്വേഷണം വിശദമായി തന്നെ നടത്തണമെന്ന നിർദ്ദേശം DGP നൽകുകയാണ്. അതിൽ റിപ്പോർട്ടറാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്, ദൃശ്യങ്ങൾ സഹിതം. ആ ആശുപത്രി വരാന്തയിൽ ശ്വാസം കിട്ടാതെ പിടയുന്ന രോഗിയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ കുടുംബം പറയുന്നുണ്ടായിരുന്നു, നിലവിളിച്ച് കരയുമ്പോഴാണ് അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരെങ്കിലും ഓടിയെത്തുന്നത്. അവിടെ ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ഭാഗത്ത് മുന്നിലുണ്ട്. ഇന്ന് അല്പസമയം മുമ്പാണ് സഭയിൽ ഇത് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം ഉണ്ടാവുന്നത്. ആശുപത്രി ജീവനക്കാർക്ക് ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പറയാൻ ആരോഗ്യമന്ത്രി തയ്യാറാകുന്നില്ല. അന്വേഷണം നടക്കുന്നു എന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്. ആ പ്രതികരണത്തിൽ ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ ആദിൽ പാലോട്. ഉറപ്പായുമുണ്ട്. മന്ത്രിക്ക് ഇതുവരെ റിപ്പോർട്ട് ലഭിച്ചില്ല എന്ന് മാത്രമാണ് ഉള്ളത്. DMO തലത്തിൽ നമ്മൾ കൃത്യമായി തന്നെ ഈ വാർത്തയും പുറത്തുവിടുന്നതാണ്. DMO തലത്തിൽ ജില്ലാ ആരോഗ്യ വകുപ്പിലെ വിജിലൻസ് ഓഫീസർ ഡോക്ടർ അനിൽകുമാറാണ് സംഭവം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത്. അനിൽകുമാർ ആശുപത്രി സന്ദർശിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. 2 മിനിറ്റിൽ താഴെ മാത്രമാണ് ആശുപത്രിയിൽ രോഗിക്ക് കാത്തിരിക്കേണ്ടി വന്നത്, ബിസ്മീറിന് കാത്തിരിക്കേണ്ടി വന്നത്. സ്വാഭാവികമായ കാലതാമസം മാത്രമേ ഉള്ളൂ. ആവശ്യമായ ശുശ്രൂഷയും പരിചരണവും ആശുപത്രിയിൽ നിന്നും നൽകിയ ശേഷം ഓക്സിജൻ സംവിധാനമുള്ള ആംബുലൻസിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചത് എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ഒരു വശത്ത് റിപ്പോർട്ടിൽ പൂർണ്ണമായി ക്ലീൻ ചീട്ട് നൽകുന്നു എന്നുള്ളതാണ്. അതേസമയം മന്ത്രിക്ക് റിപ്പോർട്ട് ലഭിച്ചില്ലെങ്കിൽ കൂടി ഇതൊരു പക്ഷേ പുറത്തു പറഞ്ഞാൽ, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യം കൂടി പരിഗണിച്ചായിരിക്കും റിപ്പോർട്ട് ലഭിച്ചില്ല എന്ന നിലപാടിലേക്ക് മന്ത്രി എത്തിയത് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. ഏതായാലും കുടുംബം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു വശത്ത് ആരോഗ്യവകുപ്പ് ഈ രൂപത്തിൽ ഡോക്ടർമാർക്ക് വീഴ്ചയില്ല എന്ന കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു. മറുവശത്ത് പോലീസിന്റെ അന്വേഷണം വിശദമായി തന്നെ തുടങ്ങുകയാണ്. ശരി, ആദിൽ പാലോട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വിളപ്പിൽശാലയിലെ ചികിത്സാ നിഷേധ പരാതിയിൽ DGPയുടെ ഇടപെടലും ഉണ്ടാവുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരിക്കും ഇനിയുള്ള അന്വേഷണം നടക്കുക. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം സമാന്തരമായി നടക്കുന്നുണ്ട്. ആദിൽ പാലോട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.